സ്പെഷ്യൽ മന്തിയാണ് ഗൈസ്. കിടക്കണ കിടപ്പ് കണ്ടോ പോയിൻ്റെ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വൃത്തിയാക്കി വെച്ച ചിക്കന്, അതിലോട്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, പിന്നെ ക്യാപ്സിക്കം മുളകില്ലേ അതിട്ട് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇക്കാനായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ മന്തി ഉണ്ടാക്കണ അവർക്ക് ഒരു താത്ത നല്ല അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കണത് അവർക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം മുളക്, സവാള, ചിക്കന് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, പൊടികളും മസാലകളൊക്കെ. പിന്നെ മാഗി ക്യൂബ് കേട്ടോ, ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 കിട്ടും. അങ്ങനെ 4 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. നാട്ടിലത്തെ പോലത്തെ ഒന്നല്ല, ഇത് കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. നാട്ടിലത്തെ നല്ല ഉപ്പുണ്ട്, ഇത് ഉപ്പ് കുറവാണ്. അപ്പോൾ അത് അതിനനുസരിച്ച് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് കേട്ടോ, ഒരു ചെറുനാരങ്ങ അതിൻ്റെ ജ്യൂസ്, ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ കുരു പെടാതെ നോക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് മന്തി മസാല കേട്ടോ, മന്തി മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കേട്ടോ. പിന്നെ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ അതുപോലെ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ ഒരു കൈക്കണക്കിനനുസരിച്ച് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല മെയിനാട്ടോ, അതിൽ കൂടാൻ പാടില്ല. ഇപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം മാഗി ക്യൂബിന് ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ, അതുപോലെ കുറച്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ചിക്കന്, എന്നാലുള്ള അതിൽ ഉപ്പും മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. ഈ ചിക്കനിൽ സ്കിന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ, സ്കിന്നോട് കൂടിയാട്ടോ മസാല പുരട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ലെമൺ ജ്യൂസും കൂടി ഞാനിതിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ ഇതിലോട്ട് മല്ലിയിലയും കൂടെ വേണം കേട്ടോ, മല്ലിയില അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയും കേട്ടോ, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഒരു സ്റ്റൗവിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്ത് വരാൻ വേണ്ടിയിട്ട്. മറ്റതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ ജീരകം, കുരുമുളക്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താത്തയും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വെച്ച് മസാല പുരട്ടി വെച്ചൊക്കെ ഞാനാണ്. അപ്പോൾ അതിൽ പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചതിന് ശേഷം എൻ്റെ കൈമ നല്ല കളറായി കേട്ടോ, നല്ലോണം കളറായിട്ടുണ്ട്. ഇത് ഓവറായിട്ടൊന്നും ഉപയോഗിക്കരുത്, വലിയ നല്ലതൊന്നുമല്ല. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ആദ്യം താത്തായിട്ട് ഇട്ടെടുത്ത്, പിന്നെ രണ്ടാമത് ഞാനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ടൊന്നായിട്ട് വറുത്ത ചിക്കനൊക്കെ പാടിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കും കേട്ടോ. അപ്പോൾ ഇതിനിവിടെ വെള്ളം തിളച്ച് വരുന്നതോട് കൂടെ തന്നെ നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടുത്തെ കുപ്പി നല്ല രസമായിട്ടാണ് കാണാൻ, കാരണം 2 ഭാഗത്തും വലിയ ഹോള് ചെറിയ ഹോളായിട്ട് അങ്ങനെ കണ്ടിട്ടോ.
അപ്പോൾ അങ്ങനെ ആ പാത്രത്തിലോട്ട് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചോറായതിന് ശേഷം ഈ ഇതിലോട്ട് നമ്മൾ തട്ടി കൊടുക്കുക കേട്ടോ ചോറ്. അപ്പോൾ എളുപ്പമായിട്ടോ ഉണ്ടാക്കാൻ, എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ. ഓക്കെ, പിന്നെ അതിൻ്റെ ചോറ് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ചോറിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാട്ടോ. അപ്പുറത്തുള്ളത് ഫുഡ് കളർ, അതിൽ കുറച്ച് വെള്ളം ഒറ്റിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തിൻ്റെ ചോറ് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പകുതി വേവാകുമ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കട്ടോ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലുള്ള കുറച്ച് എണ്ണ കോരിയെടുക്കുക കേട്ടോ, കാരണം അത് ചോറിൽ മിക്സാക്കി ഇങ്ങോട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ആ ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും, എല്ലാ മസാലേൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിനാട്ടോ. അപ്പോൾ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മന്തി കുറേ നേരം അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ ഏകദേശം മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. അപ്പോൾ താത്തയാണ് കേട്ടോ ഫുഡ് വിളമ്പണേ. അപ്പോൾ മന്തി റൈസും ചിക്കനും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണ ഉള്ള പോലെ തോന്നും, പക്ഷേ ചോറ് മിക്സ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എണ്ണ തോന്നുന്നത് കേട്ടോ. ചോറിലൂടെ മിക്സാക്കി വയ്ക്കുമ്പോൾ സെറ്റാവും. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഫുഡ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കും കേട്ടോ, മിക്സ് ആക്കിയിട്ട് എടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ താത്ത മയോണൈസും പിന്നെ തക്കാളി, വിനാഗിരി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മറ്റേ ജർജർ കിട്ടിയില്ല കേട്ടോ, ലീഫ്. അപ്പോൾ മയോണൈസൊക്കെ നല്ല തിക്കായിട്ട് കേട്ടോ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഓക്കെ, മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ, കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താത്ത വിളമ്പി തരികയാണ് ഫുഡ്. അപ്പോൾ ഗൈസ്, മന്തി ഉഷാറായിട്ടുണ്ട് കേട്ടോ. മിറിൻഡ്യ ഈ സംഭവം ഗ്ലാസ്സിൽ വയ്ക്കട്ടെ കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.